വെൽക്കം ടു ഫാറ്റ്നസ് ഫസ്റ്റ്. ഹാപ്പിനെസ് ഈസ് ഹോം മെയ്ഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫാറ്റ്നസ് ഫസ്റ്റിൻ്റെ തന്നെ ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയുമായിട്ടാണ്. നല്ല നാടൻ സ്റ്റൈലിലുള്ള ചിക്കൻ കറിയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എങ്കിൽ വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ FF സ്പെഷ്യൽ ചിക്കൻ കറിയിലേക്ക് 1 കിലോ ചിക്കൻ നല്ലവണ്ണം കഴുകി ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കൊരു 10-15 ചെറിയുള്ളി ഒന്ന് ചതച്ചെടുക്കണം. എന്നിട്ട് മിക്സിയുടെ ജാറിലൊന്നും ഇട്ട് ചതക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കൈ വെച്ചൊന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തത് ഒരു ചെറിയ സൈസ് പൊട്ടറ്റോ, അത് ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ട് അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. 4-5 പച്ചമുളക് കട്ട് ചെയ്തത് കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള തക്കാളിയുടെ ഒരു അരഭാഗം ഇപ്പം ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ചേർക്കേണ്ടത് വലിയ ജീരകമാണ്. വലിയ ജീരകം അത് 1/4 ടീസ്പൂൺ മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്യണം. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തത് വേണ്ടത് 2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പറാണ്. അതും ഇതുപോലെ തന്നെ ഫ്രഷായി ഒന്ന് മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്യണം. അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇവിടെ ഞാൻ ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ കൂടി നല്ലവണ്ണം കൈ വെച്ച് തന്നെ മിക്സ് ചെയ്ത് ചിക്കനിൽ പിടിപ്പിക്കണം. ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഒന്നാം തരം മസാലയുടെ സ്മെല്ല് നമുക്ക് കിട്ടും. അങ്ങനെ എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് പിടിപ്പിച്ചെടുക്കാം. എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു 15 മിനിറ്റ്സിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കണം. ഒന്നെല്ലാം കൂടെ ചിക്കനിൽ പിടിച്ച് കിട്ടട്ടെ. അങ്ങനെ ഞാനിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇപ്പം വരാം. ഇനി കറിക്ക് ആവശ്യമായി 3 ഉള്ളി. ഇവിടെ ഞാൻ 2 കുറച്ച് വലിപ്പമുള്ളതും 1 ചെറുതും ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ നേരത്തെ അരഭാഗം എടുത്ത തക്കാളിയുടെ ബാക്കി ഭാഗവും 1 ചെറുതും മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ വലിപ്പമുള്ള തക്കാളി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് എല്ലാം നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കറി മേക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ പതിവ് പോലെ കറി ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എല്ലാം വാട്ടിയെടുക്കാൻ ആവശ്യമായി തന്നെ വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടാകുമ്പോൾ അരിഞ്ഞു വെച്ച ഉള്ളി ആദ്യം ചേർത്ത് കൊടുക്കാം. ഉള്ളി ലൈറ്റായി വാട്ടിയെടുക്കാം. ശേഷം ഇതിലേക്ക് നമുക്ക് ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക് എല്ലാം കൂടെ വീണ്ടും വഴറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റ് നേരം വാട്ടിയെടുത്താൽ ഇതിലേക്ക് അടുത്തത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം.
ഈ ടൈമിൽ തന്നെ 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ എല്ലാം വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് നമുക്ക് ലോയിലേക്ക് മാറ്റാം. എന്നതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. എല്ലാം കൂടെ യോജിപ്പിച്ചെടുത്താൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ടോപ്പ് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. 5 മിനിറ്റിന് ശേഷം ഒന്ന് ടോപ്പ് ഓപ്പൺ ചെയ്ത് നോക്കി ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലപ്പൊടികളുടെയൊക്കെ ഒരു റോ സ്മെല്ല് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ മസാല പിടിക്കാൻ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ തന്നെ ടോപ്പ് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ആദ്യം കുക്ക് ചെയ്തെടുക്കണം. ഇതിനിടയിൽ ഒന്ന് വന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അടിയിൽ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല സൂപ്പർ സ്മെല്ല് വരുന്നുണ്ട്. ഇനി ടോപ്പ് അടച്ച് വെക്കാതെയാണ് നമുക്ക് കുറച്ച് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് മിക്സ് ചെയ്യണം. കൂടുതൽ വെള്ളം ഒഴിക്കരുത്. ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ കാണുന്ന തരത്തിൽ അതിന് താഴെയായി വരത്തക്കവണ്ണം മാത്രമേ വെള്ളം ഒഴിക്കാവൂ. ഈ ടൈമിൽ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണം. ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചിക്കൻ കറക്റ്റ് വേവ് ആകുന്നത് വരെ തന്നെ നമ്മൾ ടോപ്പ് ഓപ്പൺ ചെയ്ത് തന്നെ കുക്ക് ചെയ്യണം. ഒരു 5 മിനിറ്റൊക്കെ കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത്. ചിക്കൻ ഒരു 1/4 ഭാഗം വെന്ത് കഴിയുമ്പോൾ നമുക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി അത് കറിയുടെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കണം. ശേഷം നമുക്ക് വീണ്ടും കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്, കറിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. എന്നതിന് ശേഷം ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കണം. മല്ലിയില ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ഇത് ഒഴിവാക്കാം. ഞാൻ സാധാരണ ഈ കറിക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. മല്ലിയില ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ കറി ടേസ്റ്റ് ഒന്നുകൂടെ കൂടിയിട്ടേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ മല്ലിയില തീർന്നു പോയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കാത്തത്. കറിയുടെ അവസാനത്തെ സ്റ്റേജിൽ കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് കുരുമുളകും ചേർത്ത് വറുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ചിക്കൻ കറി ഇവിടെ റെഡിയായി. ഇത് പൊറോട്ടയിലൊക്കെ ഒഴിച്ച് കഴിച്ചാൽ സംഭവം പൊളിയാണ്. തീർച്ചയായും എൻ്റെ സുഹൃത്തുക്കൾ ഈ ടൈപ്പിൽ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.